ഗൈസ്, അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാനുള്ള എല്ലാ കോളും ഒത്തുവന്നിട്ടുണ്ട്. ലൂക്കാസിൽ നിന്ന് മമ്മിയായിട്ട് കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ കരുതി ഞാൻ എന്തായാലും ഫ്രീ ആയല്ലോ, അപ്പോൾ ആ ടൈമിൽ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ നമ്മുടെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന മിനി വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ജസ്റ്റ് കണ്ടപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനത് ഓർഡർ ചെയ്ത് നോക്കിയത് എങ്ങനെ നമുക്ക് നമ്മുടെ സാധാരണ വീടുകളിൽ യൂസ് ചെയ്യുന്ന വാഷിംഗ് മെഷീൻ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, ഉഡായിപ്പാണോ എന്നൊക്കെ ഒരു ക്യൂരിയോസിറ്റി തോന്നിയിട്ട് എന്തായാലും ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു അത് വാങ്ങിച്ച് നോക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്തൊക്കെ വെക്കാവുന്നതാണ്. അപ്പം ഞാൻ കരുതി നമ്മളെന്തെങ്കിലും ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ലതാണെങ്കിൽ നമുക്കത് യൂസ്ഫുൾ ആകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ വാങ്ങിയത്. അതുപോലെ തന്നെ നമ്മളിത് ചാർജ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ ചാർജ് ചെയ്ത് ഇട്ടിട്ട് പിന്നെ ചാർജ് നിൽക്കുമോ എന്നുള്ള അങ്ങനെ ഞാൻ നോക്കിയില്ല. ഞാൻ ചാർജ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഇതിൽ തന്നെ വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള ഹോൾ അത് അടയ്ക്കാനൊക്കെ പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ഈ ഹോൾ നമുക്ക് അടച്ചു വയ്ക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതുവഴി വെള്ളം പോകുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു ചെറിയ ഓസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഓസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ദൂരത്തോട്ട് വെള്ളം നമുക്ക് കളയാൻ പറ്റും. അതിനുശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം ഒരു വലിയ ബക്കറ്റിലൊക്കെ നമുക്ക് എന്തോരം തുണി ഇടാൻ പറ്റും, അതുപോലെ തന്നെ ഇതിലിടാൻ പറ്റും. പിന്നെ കൂടുതലും കുട്ടികളുടെ ഡ്രസ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് യൂസ്ഫുൾ ആവുന്നത്. കാരണം നമ്മുടെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ 1-2 ഒക്കെ ഇടാൻ പറ്റത്തുള്ളൂ, ഷർട്ടൊക്കെ ആണെങ്കിൽ തന്നെ 2 ഒക്കെ ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ ഇതുപോലെ ഇതിൽ മഗ്ഗിൽ വെള്ളം കോരി ഒഴിക്കുന്നത് ജസ്റ്റ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ടേബിളിൻ്റെ പുറത്തോട്ട് ഇത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓസൊക്കെ കണക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഈസി. അതുപോലെ ഞാൻ പൗഡറാണ് യൂസ് ചെയ്തത്, സോപ്പ് പൗഡറാണ് യൂസ് ചെയ്തത്. ലിക്വിഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. അതൊക്കെ നമുക്ക് വലിയ വാഷിംഗ് മെഷീനിൽ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ ലൂക്കാച്ചൻ്റെ ഡ്രസ്സായിരുന്നു എടുത്തത്. അതാകുമ്പോൾ അത്യാവശ്യം കുറച്ച് ഇട്ട് എടുക്കാൻ പറ്റുമല്ലോ. നമ്മളുടെതൊക്കെ ആണെങ്കിൽ 1-2 ഡ്രസ്സൊക്കെ മാത്രമേ നമുക്ക് ഇട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് അതിനുള്ളൊരു സ്പേസ് ഞാൻ നോക്കിയിട്ടുള്ളൂ. അതിന് അത്യാവശ്യം ലൂക്കാച്ചൻ്റെ ഡ്രസ്സൊക്കെ ഞാനൊരു 10-12 ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. യെസ്, അങ്ങനെ ഞാൻ അത്യാവശ്യം ഡ്രസ്സ് ഞാൻ അതിലിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനത് അടച്ച് നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൊരു 3 ഓപ്ഷൻ ഉണ്ട്. അതായത് സോഫ്റ്റ് വാഷ്, ഹാർഡ് വാഷ്, അങ്ങനെ ടൈമിങ്ങും 5 മിനിറ്റ്സ് ഉണ്ട്, 10 മിനിറ്റ്സ് ഉണ്ട്, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം 5 മിനിറ്റ്സ് ആയിരുന്നു ഇട്ടത്. 5 മിനിറ്റ്സ് ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഓണാക്കി നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ, സാധാ വലിയ വാഷിംഗ് മെഷീനിൽ എങ്ങനെയാണ് അത് അടിക്കുന്നതെന്ന് വെച്ചാൽ അതേപോലെ തന്നെ ഈ ഒരു മിനി വാഷിംഗ് മെഷീനിലും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആദ്യം കണ്ടപ്പോഴത്തേക്കും ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് ചിലപ്പോൾ ഉടായിപ്പായിരിക്കും, ഇതൊന്നും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഒരു ചെറിയ രീതിയിലൊക്കെ വാഷിംഗ് മെഷീൻ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. പക്ഷേ ഞാനത് പ്രവർത്തിക്കുന്നതാണ് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കത് മനസ്സിലായി. നമ്മളെ വലിയ വാഷിംഗ് മെഷീൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെയൊക്കെ തന്നെ നമ്മളിതിലും ഡ്രസ്സ് ഇടുമ്പോൾ നല്ലതുപോലെ തന്നെ വാഷ് ചെയ്ത് കിട്ടുന്നുണ്ട് നമുക്ക്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കൂടുതലും കുട്ടികളുള്ളവർക്കായിരിക്കും യൂസ്ഫുൾ ആകുന്നത്. കാരണം നമ്മൾ മുതിർന്നവരുടെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്കത് 1-2 ഡ്രസ്സൊക്കെ ഇട്ടേ എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ കുട്ടികളുടെ ഡ്രസ്സാണെങ്കിൽ ഒരു ദിവസം നമുക്കറിയാലോ ഒരുപാട് ഡ്രസ്സ് അവർക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് മാറ്റണം, അങ്ങനെ. അപ്പോൾ അവരുടെ ഒരു ഡ്രസ്സ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ സോഫ്റ്റ് വാഷും ഹാർഡ് വാഷും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിതിപ്പം പുറത്തോട്ട് എടുക്കുന്നത്. ഇത് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ നമ്മൾ വലിയ വാഷിംഗ് മെഷീനിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു ക്യാപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഉണക്കി എടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ ആദ്യം ചെയ്തപ്പം അത് എനിക്ക് ഫെയിലായി കിട്ടിയത്. കാരണം ഞാനത് ഇട്ടപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് ഇട്ടിട്ട് ഉണക്കിയെടുക്കാൻ പറ്റത്തില്ല. അത് ഇതിൻ്റെ ഒരു പോരായ്മ തന്നെയാണ്. ഞാൻ പിന്നെ പകുതി ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇത് ഇട്ടതെല്ലാം ഞാൻ പിന്നെ മാറ്റേണ്ടി വന്നു. പിന്നെ 2-3 ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് എനിക്ക് ഡ്രൈ ആക്കി കിട്ടിയത്. ആദ്യത്തെ പരീക്ഷണം പാളിപ്പോയായിരുന്നു. ഞാൻ ഓരോ ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റി നോക്കി. ഏറ്റവും അവസാനമായിരുന്നു എനിക്കത് നേരെയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇടയിലോട്ടൊക്കെ നമ്മൾ ഒരുപാട് ഡ്രസ്സിട്ട് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ സാധനം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, തുണിക്കകത്തുള്ള വെള്ളം അത് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിങ്ങനെ കിടന്ന് കടകട ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ഡ്രസ്സ് മാറ്റാൻ തുടങ്ങി. എനിക്ക് ആദ്യം കിട്ടിയില്ല, ഇതെന്താ ഇങ്ങനെ, നമ്മൾ ആഡിലൊക്കെ കാണുമ്പോൾ ഇവർ എല്ലാ ഡ്രസ്സും എടുത്ത് ഇങ്ങനെ ഇട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ളൊരിതായിരുന്നു. പിന്നെ ഇതിനി വർക്കാകത്തില്ല, ഇതിനി ചുമ്മാതായിരുന്നോ എന്നുള്ളൊരിത് എനിക്ക് തോന്നിയായിരുന്നു. അതിനുശേഷം ഞാൻ കുറേ ഡ്രസ്സ് മാറ്റി വീണ്ടും ഇത് കിടന്ന് ഇങ്ങനെ കടകട ഇങ്ങനെ അടിക്കുമായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ഡ്രസ്സ് മാറ്റി. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഞാനിങ്ങനെ വിചാരിച്ചു ഒരു 2-3 ഡ്രസ്സ് അതിൻ്റെ അകത്ത്
വെച്ചിട്ട് നോക്കാമെന്ന് കരുതി ഞാനത് ഓഫാക്കിയിട്ട് പിന്നെ ഞാനതെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് ഒരു 3-4 ഡ്രസ്സ് വീതം എനിക്കിങ്ങനെ നല്ലതുപോലെ ഉണക്കിയെടുത്ത് നല്ലപോലെ വെള്ളം തോർന്ന് നല്ലപോലെ എനിക്ക് ഉണക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗേസ് അപ്പോൾ ഈ ഒരു സാധനം ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല, അടിപൊളി ഒരു പ്രോഡക്റ്റാണ്. എനിക്ക് ലൂക്കാസിൻ്റെ ഒരുപാട് ഡ്രസ്സ് എനിക്ക് കഴുകിയെടുത്തതിൽ കഴുകി വൃത്തിയായിട്ട് എന്നുവെച്ചാൽ ഒരു അഴുക്കെല്ലാം പോയി നല്ല ക്ലീനായിട്ട് നമുക്കിതിൽ ഡ്രസ്സ് കിട്ടും. അപ്പോൾ എല്ലാവരും നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആഡ് കണ്ടിട്ട് അയ്യോ ഇത് ഉഡായിപ്പാണോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ഇതൊരു ഉഡായിപ്പ് സാധനമല്ല, നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. കാരണം എനിക്ക് കൊച്ചുള്ളതുകൊണ്ട് അവൻ്റെ ഡ്രസ്സൊക്കെ എപ്പോഴും ഞാൻ നമ്മളെ മറ്റേ വാഷിംഗ് മെഷീനിലാണെങ്കിൽ പോലും ചിലപ്പോൾ ഞാനിങ്ങനെ കൂട്ടിയിട്ടിട്ട് എല്ലാം കൂടെ ഒരുമിച്ചൊക്കെ എടുത്തിട്ടാണ് പിന്നെ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഇത് കിട്ടിയതിന് ശേഷം എനിക്ക് അപ്പോൾ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും. അവരുടെ ഡ്രസ്സ് മുഷിയുമ്പോഴത്തേക്കും നമുക്കത് അന്ന് തന്നെ നമുക്കിത് മിനി വാഷിംഗ് മെഷീൻ വെച്ച് യൂസ് ചെയ്ത് എടുക്കുന്നത് എനിക്ക് നല്ലൊരു ഈസി ആയിട്ട് തോന്നും. പിന്നെ കൂടുതൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമിലാണ് ഇത് വളരെ നമുക്ക് ഉപകാരപ്രദമാകുന്നത്, ട്രാവലിംഗ് ടൈമിലായിരിക്കും. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു ഗേസ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു പ്രോഡക്റ്റാണ്. ഇപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.